ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ? സ്കൂളിൽ നിന്ന് മക്കളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അമ്മ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി താന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല, ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊന്ന് പീൽ ചെയ്താണ് ഇങ്ങനെ ലെങ്തി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ മോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നായിരുന്നു. പക്ഷേ വലിയ പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാതെ. അരിഞ്ഞതിന് ശേഷം അത് നമുക്ക് തണുത്ത വെള്ളത്തിലെടുത്ത് ഇട്ട് കുറച്ചൊരു 10-20 മിനിറ്റ് ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് നമുക്ക് ഈ പേപ്പർ ടവൽ വെച്ച് നല്ലോണം ഒന്ന് ഒപ്പിയെടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മതി, വളരെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് ടോസ് ചെയ്താണ്ട് ഇതുപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമുക്ക് വേണ്ട ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കി. അന്നൊരു ദിവസം ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് വലിയ പേടിയാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഇതൊരു 7 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചു. പക്ഷേ എന്തോ ഒന്നും ശരിയായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതെടുത്ത് എയർ ഫ്രയറിനകത്തോട്ടങ്ങ് ഇട്ടു. എയർ ഫ്രയറിൽ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്, ഇതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ. അത് 25 മിനിറ്റ് വെച്ച് നോക്കി. അപ്പോഴേക്ക് ചായ ഇട്ടു അതിനകത്തേക്ക് തേയിലേക്ക് ഇട്ട് അടച്ചു വെച്ചു. നിങ്ങൾ എങ്ങനെയാണോ ചായ ഇടുന്നത്? എങ്ങനെയാണ് ചായ ഇടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ ലിഡ് വെച്ച് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കും. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതാ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞ ആളിതാ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഇതാ കഴിച്ചത് കേട്ടോ, ബേക്ക്ഡ് ലേസാണ് കഴിച്ചാൽ. ഫാറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ഫ്രം മഞ്ജു.